പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളുടെ വീഡിയോയിൽ കുറച്ച് വിഷമം തോന്നുന്നതും അതുപോലെ തന്നെ സന്തോഷം തോന്നുന്ന 1-2 സ്വീക്കൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെന്തായാലും ഒരു വീഡിയോ ആയിട്ട് എടുത്ത് നിങ്ങളെയും കൂടിയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് കരുതി. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ഓർഡർ എന്ന് പറയുന്നത് ഒരു 1 kg വെയിറ്റ് വന്ന ബട്ടർ സ്കോച്ച് കാരമൽ കേക്കായിരുന്നു കേട്ടോ. ഞാൻ 8 ഇഞ്ചിൻ്റെ ടിന്നിലാണ് ബേക്ക് ചെയ്തെടുത്തത്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 7 ഇഞ്ചിൻ്റെയിലും ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. 7 ഇഞ്ചിൻ്റെയിൽ 2 ടിന്നിൽ ബേക്ക് ചെയ്തെടുക്കണമായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ അത്യാവശ്യം ഹൈറ്റും നമുക്ക് കിട്ടും കേക്കിന്. ഞാനിവിടെ 8 ഇഞ്ചിലാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 3 ലെയറായിട്ട് കേക്കൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ ക്രം കോട്ടിങ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടോ. അപ്പോൾ ഈ ഒരു കേക്കിൽ ഞാൻ വെറ്റ് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് കുറച്ച് പാല്, അതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും പിന്നെ നമ്മളുടെ ആ ഒരു ബട്ടർ സ്കോച്ചിൻ്റെ സോസ് നമ്മൾ ഉണ്ടാക്കുന്നത് കൂടി ചേർത്തിട്ടാണ് ഞാനൊരു സിറപ്പ് ഉണ്ടാക്കിയേക്കണത് കേട്ടോ. അപ്പോൾ അത് വെച്ച് കേക്ക് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ക്രീം അപ്ലൈ ചെയ്തു. അപ്പോൾ ക്രീമിലും അതേപോലെ നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു ബട്ടർ സ്കോച്ചിൻ്റെ സോസ് കൊടുത്തിട്ടാണ് നമ്മൾ ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പ്രളയനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്രളയൻ നല്ല ചെറുതാക്കിയിട്ടാണ് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് വലുതാക്കി പൊടിക്കുന്നതിലും കുറച്ചും കൂടി നല്ലത് ഇതേപോലെ ചെറുതാക്കിയിട്ട് പൊടിച്ചെടുക്കുന്നുണ്ടോ. അപ്പോൾ ഇപ്രാവശ്യം കുറച്ച് ഓർഡേഴ്സൊക്കെ കൂടുതലുണ്ടായിരുന്നത് കാരണം ചേട്ടനാണ് പൊടിച്ചൊക്കെ തന്നിട്ടുണ്ടായിരുന്നത്. നല്ല ഫൈനായിട്ട് തന്നെ ചെയ്ത് തന്നായിരുന്നു കേട്ടോ. എന്നിട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ചിപ്സും പിന്നെ അതേപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു ബട്ടർ സ്കോച്ചിൻ്റെ സോസും കൂടി ഇതിൻ്റെ മേലിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഫില്ലിങ്സ് ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നമ്മൾക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ തോന്നുന്ന രീതിയിൽ എന്തൊക്കെ ഫില്ലിങ്സ് കൊടുക്കാം അതേപോലെയൊക്കെ കൊടുക്കാം കേട്ടോ. ഇപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് ചിപ്സിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് കോമ്പൗണ്ട് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് അങ്ങനെയും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതും ടേസ്റ്റാണ്. അപ്പോൾ അടുത്ത ലെയർ വെച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു സെയിം പ്രോസസ്സ് തന്നെ വീണ്ടും ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഒരു ബട്ടർ സ്കോച്ച് കാരമൽ കേക്കാണ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന വേറൊരു ബട്ടർ സ്കോച്ച് ഫ്ലേവറിൽ വരുന്ന കേക്കുകളാണ് ചോക്കോ ബട്ടർ സ്കോച്ചും അതുപോലെ തന്നെ മിൽക്കി ബട്ടർ സ്കോച്ചും. ഈ ഒരു 3 കേക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കുകളാണ് കേട്ടോ. എനിക്കെപ്പോഴും ഏറ്റവും കൂടുതൽ വരാറുള്ളത് നമ്മളുടെ നോർമൽ ബട്ടർ സ്കോച്ച് കാരമൽ കേക്കാണ്. പിന്നെ അതേപോലെ ചോക്കോ ബട്ടർ സ്കോച്ചും വന്നിട്ടുണ്ട്. മിൽക്കി ബട്ടർ സ്കോച്ച് അധികം അങ്ങനെ ഓർഡേഴ്സ് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മളുടെ കേക്ക് ക്രം കോട്ടിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം ടിഷ്യൂ വെച്ച് നമ്മൾ ബേസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കേക്ക് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആവാനായിട്ട് വെച്ചിട്ട് പിന്നെ ഞാനൊന്ന് ഫൈനൽ കോട്ട് ചെയ്തിട്ട്. അപ്പോൾ ഫൈനൽ കോട്ട് ചെയ്തപ്പോഴും ക്രീമിൽ ഞാൻ ഇതേപോലെ നമ്മളുടെ ബട്ടർ സ്കോച്ചിൻ്റെ ആ ഒരു സോസൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് ഫൈനൽ കോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇതേപോലെ മേളിലും ആ ഒരു ബട്ടർ സ്കോച്ച് സോസ് കുറച്ച് പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു ചെറിയ നോസിൽ ഡിസൈനും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് കസ്റ്റമർ ഡിസൈനൊന്നും തന്നിട്ടുണ്ടായിരുന്നില്ല. സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈൻ ഏതെങ്കിലും മതി എന്ന് പറഞ്ഞ കാരണമാണ് ഈ ഒരു മോഡലിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് സോസും കൂടി ബാക്കി ഉണ്ടായിരുന്നത് നമ്മളുടെ ആ ഒരു നോസിൽ ഡിസൈനിൻ്റെ മുകളിലും കൂടി കൊടുത്തിട്ട് കേക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടോ. പിന്നെ റൈറ്റിങ്സ് ഒന്നും എഴുതേണ്ട, ഹാപ്പി ആനിവേഴ്സറി എന്ന് മാത്രം നമ്മളൊരു ടോപ്പർ വെച്ചു. പിന്നെ നമുക്ക് ഉണ്ടായിരുന്നത് ഒരു 20 പ്ലം കേക്കിൻ്റെ പീസസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതേപോലെ ചെറിയ പീസസ് ആയിരുന്നു, ഒത്തിരി വലുത് വേണ്ടെന്ന് പറഞ്ഞ കാരണം ചെറിയ പീസസ് ആക്കിയിട്ട് ഞാനൊന്ന് പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. തലേ ദിവസം ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസമാണ് പാക്ക് ചെയ്തത്. പിന്നെ നമുക്കൊരു ബാപ്റ്റിസം കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്കൊരു 12 കപ്പ് കേക്ക്, 6 മാക്രോൺസ്, 6 പോപ്സ്, പിന്നെ അതേപോലെ തന്നെ 6 ഡോണട്ട്സും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കപ്പ് കേക്കിൻ്റെ പരിപാടികളൊക്കെ നേരത്തെ തന്നെ ചെയ്ത് വെച്ചു. ക്രീമൊക്കെ ചെയ്തിട്ട് നമ്മളൊന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടോ. പിന്നെ ഉണ്ടായിരുന്നത് കേക്കാണ്. കേക്ക് കുറച്ച് ടോളായിട്ടുള്ളൊരു കേക്കായിരുന്നു. അത് ഞാൻ 6 ഇഞ്ചിൻ്റെയിലാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. വൈറ്റ് ഫോറസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡൊക്കെ കൊടുത്തു. ആ ഒരു പിങ്ക് ഷെയ്ഡാണ് വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ അത് കാരണം നമ്മൾ എല്ലാ ടേബിൾ സെറ്റ് ഐറ്റംസും ഇതേപോലെ പിങ്ക് ഷെയ്ഡാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. മാക്രോൺസും തലേ ദിവസം തന്നെ ഉണ്ടാക്കി വെച്ചു, രാത്രിയാണ് ഉണ്ടാക്കിയത്. അതേപോലെ നമ്മളുടെ പോപ്സും ഡോണറ്റ്സൊക്കെ ഡെക്കറേഷൻ ചെയ്യാനായിട്ട് വൈറ്റ് ചോക്ലേറ്റിൽ കുറച്ച് പിങ്ക് കളർ ആഡ് ചെയ്തിട്ട് ഒന്ന് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നത് മാക്രോൺസിൻ്റെ മേളിൽ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കുറച്ച് വൈറ്റ് ഷുഗർ ബീഡ്സ് ഒക്കെ ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടോ. അപ്പോൾ എല്ലാത്തിലും ഈ ഒരു പിങ്ക് വൈറ്റ് ഷെയ്ഡാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മാക്രോൺസും പാക്ക് ചെയ്തു, പിന്നെ നമ്മളുടെ പോപ്സും പാക്ക് ചെയ്തു. ഇനിയിപ്പോൾ ഉള്ളത് നമ്മളുടെ കപ്പ് കേക്കും അതേപോലെ ഡോണറ്റ്സും ആണ് കേട്ടോ. അപ്പോൾ ഡോണറ്റ്സും കപ്പ് കേക്കും ഞാൻ ഇതേപോലെ ഒരു 10 ഇഞ്ചിൻ്റെ ബോക്സിൽ സൈഡിലായിട്ട് ഡോണറ്റ്സ് വെച്ചു. ഡോണറ്റ്സ് ഒരുപാട് വലുത് വേണ്ട, മിനി ഡോണറ്റ്സ് മതി എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം സ്പേസ് ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. വലുതാണെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ബോക്സ് എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ കപ്പ് കേക്ക് 12 എണ്ണത്തിൽ 6 എണ്ണം ഈ ഒരു ബോക്സിൽ തന്നെ കൊള്ളിച്ചു. ബാക്കി 6 എണ്ണം നമ്മൾ കപ്പ് കേക്കിൻ്റെ ബോക്സിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ വേറെ ഒരുപാട് ബോക്സുകളായിട്ട് എടുക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളുടെ ഈ ഒരു ടേബിൾ സെറ്റ് ഐറ്റംസ് എല്ലാം നേരത്തെ തന്നെ പാക്ക് ചെയ്തു. കേക്കിൽ പ്രത്യേകിച്ച് ഡെക്കറേഷൻസ് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. എല്ലാം നമ്മൾ ആ ഒരു ലൊക്കേഷനിൽ ചെന്നിട്ടാണ് ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മളുടെ ഇവിടെ നിന്നൊരു 22 കിലോമീറ്റർ നമുക്ക് ഉണ്ടായിരുന്നു കേട്ടോ. കാടൂറ്റിക്കാണ് നമുക്ക് പോകാനുള്ളത്. അപ്പോൾ പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മളിതേ പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഇത് കഴിഞ്ഞ് ചെന്നതിന് ശേഷം നമുക്കൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കും കൂടി ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ അവർ നമ്മൾ ഇറങ്ങുന്നതിന് മുന്നെയാണ് വിളിച്ചത്, വൈകുന്നേരം ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സ്പഞ്ചും കാര്യങ്ങളും ഒന്നും റെഡിയാക്കിയിട്ടില്ല, വീട്ടിൽ ചെന്നിട്ട് വേണം അത് റെഡിയാക്കാനായിട്ട്. അപ്പോൾ എല്ലാ ബോക്സസും പാക്ക് ചെയ്തത് ഇതേപോലെ ഫ്രണ്ടിലാണ് കേട്ടോ. പിള്ളേർ പുറകിലുള്ളത് കാരണം നമുക്ക് ബാക്കിൽ വെക്കാനായിട്ട് പറ്റില്ല. അപ്പം എല്ലാവരും ഇതേപോലെ ഫ്രണ്ടിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളുടെ ഇപ്പോഴത്തെ ഈ ഒരു റോഡിൻ്റെ കണ്ടീഷൻ വെച്ചിട്ട് പോകുമ്പോൾ സത്യം പറഞ്ഞാൽ നല്ല ടെൻഷനാണ് കേട്ടോ, എന്തെങ്കിലുമൊക്കെ ഒരു ഡാമേജ് വരുമോ എന്നുള്ളത്. അപ്പം നമ്മൾ ഒരു 3/4 മണിക്കൂർ കൂടുതൽ ടൈം എടുത്തു. പള്ളിയിലെ പരിപാടി ഒരു 11:45 സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്യാനുള്ളത് കാരണം, പിന്നെ കേക്കിൻ്റെ ഡെക്കറേഷൻസ് എല്ലാം അവിടെ ചെന്നിട്ട് ചെയ്യാനുള്ളത് കാരണം നമ്മൾ കുറച്ച് നേരത്തെയാണ് ചെന്നത്. നമ്മളവിടെ ചെന്ന ടൈമിൽ അവരുടെ പള്ളിയുടെ ക്രിസ്മസ് സെലിബ്രേഷൻ എന്തൊക്കെയോ നടക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം ഞങ്ങൾ നോക്കി നിന്നിട്ട് പിന്നെ നമ്മൾ ഓരോരോ ഐറ്റംസ് നമ്മൾ ഹാളിലേക്ക് എടുത്തു കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്യാനായിട്ട് വെച്ചു. നല്ല വെയിലുള്ളത് കാരണം തന്നെ പെട്ടെന്ന് ബോക്സസ് ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ ഹാളിലേക്ക് കൊണ്ടുപോയി എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് പിന്നെ ബാക്കി നമ്മളുടെ ടേബിളൊക്കെ ഡെക്കറേഷൻ ചെയ്യാനൊക്കെ ആയിട്ട് നിന്ന് കേട്ടോ. അപ്പോൾ ഈ ഒരു കപ്പ് കേക്ക് സ്റ്റാൻഡ് നമ്മളുടെ സ്റ്റേജ് വർക്ക് ചെയ്തവർ ഓൾറെഡി കൊണ്ടുവരുമെന്ന് പറഞ്ഞത് കാരണം നമ്മൾ കപ്പ് കേക്ക് സ്റ്റാൻഡ് റെൻറ്റിന് എടുത്തിട്ടുണ്ടായിരുന്നില്ല. കേക്ക് സ്റ്റാൻഡ് പിന്നെ ഒരു 2 ട്രേയും മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. കപ്പ് കേക്ക് സ്റ്റാൻഡ് 12 എണ്ണത്തിൻ്റെ ഒരു സെറ്റായിരുന്നു. അപ്പോൾ നമ്മൾ കസ്റ്റം ചെയ്ത ടോപ്പേഴ്സും അതുപോലെ നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു വിങ്സ് എല്ലാം നമ്മൾ സെറ്റ് ചെയ്തു. ഈ ഒരു ടൈപ്പ് വിങ്സ് നമ്മൾ ഓൾറെഡി നേരത്തെ ഒരു ബാപ്റ്റിസം കേക്ക് ചെയ്തതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ വിങ്സ് ഉണ്ടാക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാതിരുന്നത് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഇതിൻ്റെ താഴെ കൊടുത്തേക്കാം. അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കാം കേട്ടോ. നമ്മളുടെ ഈ ഒരു ടേബിൾ സെറ്റ് എല്ലാം ഡെക്കറേഷൻ ചെയ്തു, എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടോ. 2 ഏഞ്ചൽസും കൂടി നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ റെൻറ്റിനെടുത്തതാണ് ഏഞ്ചൽസ്, അതും കൂടി അറേഞ്ച് ചെയ്തിട്ട് പിന്നെ നമ്മൾക്ക് ആവശ്യമുള്ള കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ പോന്നു. അപ്പോൾ ഹാളിൽ നിന്ന് നമ്മളതെല്ലാം ചെയ്ത് വെച്ചിട്ട് ഇറങ്ങിയ സമയത്ത് ദേ നമ്മളുടെ ബാപ്റ്റിസത്തിൻ്റെ ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞേക്കുന്ന ഒരു ടൈം ആയതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള പല അടിപൊളി ഡെക്കറേഷൻസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ കണ്ടപ്പോൾ ഒരു ഭംഗി തോന്നിയപ്പോൾ ഞാൻ വീഡിയോ എടുത്താണ്. അങ്ങനെ നമ്മൾ വന്ന് നമ്മളുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈൻ മതി, പിന്നെ പ്രത്യേകിച്ച് മോഡലൊന്നും തന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഈ ഒരു കേക്ക് എനിക്ക് നല്ല 8ൻ്റെ ഒരു പണിയാണ് തന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ കറക്റ്റായിട്ട് നല്ല ഡിസൈനൊക്കെ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തു വിട്ട് കസ്റ്റമർ ഇവിടെ വന്ന് വാങ്ങിക്കുകയും ചെയ്തിട്ട് കസ്റ്റമർ തന്നെയാണ് കൊണ്ടുപോയത്. പക്ഷെ കൊണ്ടുപോയിട്ട് പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും കസ്റ്റമർ കേക്കായിട്ട് തിരിച്ചു വന്നു. അപ്പോൾ എന്താണെന്ന് നോക്കിയപ്പോഴാണ് ബോക്സിൻ്റെ അകത്ത് കേക്കിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ വേറെ ഒന്നുമല്ല, പുള്ളിക്കാരത്തി വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കേക്ക് താഴെ വീണു, കേക്കും വീണു, പുള്ളിയും വീണു. അപ്പോൾ കേക്ക് മറിഞ്ഞ് താഴേക്ക് പോയത് കാരണം രണ്ടാമതൊന്നും കൂടി ശരിയാക്കി തരുമോ ചേച്ചി എന്നൊക്കെ ചോദിച്ച് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യം കൊടുത്ത ആ ഒരു ഡിസൈൻ അല്ല കേട്ടോ കൊടുത്തത്, രണ്ടാമത് വേറൊരു നോസിൽ ഡിസൈൻ വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും കേക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമത് നമ്മൾ ചെയ്ത കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെയാണോ രണ്ടാമത്തെയാണോ ഇഷ്ടപ്പെട്ടതെന്നൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ കേക്കിൻ്റെ വർക്കുകളൊക്കെ ഫിനിഷ് ചെയ്തിട്ട് ഞങ്ങൾ വൈകിട്ടായപ്പോഴേക്കും നമ്മുടെ അഴീക്കോട് ബീച്ചിൽ പോയിട്ടോ. അവിടെ ബീച്ച് ഫെസ്റ്റൊക്കെ നടക്കുന്നതായിരുന്നു, പിള്ളേരൊക്കെ ആയിട്ട് ഒന്ന് കറങ്ങാലോ എന്ന് കരുതിയിട്ടാണ് പോയത്. അപ്പോൾ ഇത്രയും ദിവസം നല്ല കട്ടപ്പണിയായിരുന്നു. നമ്മളുടെ കേക്കിൻ്റെ വർക്കും കാര്യങ്ങളെല്ലാം കൂടി ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്നും പോകാനായിട്ട് പറ്റിയില്ല. അപ്പോൾ അവിടെ ഒരുപാട് റൈഡുകളും അതുപോലെ ഫുഡ് ഐറ്റംസും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ മാക്സിമം നമ്മൾ എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ആയത് കാരണം ഞങ്ങൾ അവിടെ തന്നെ പോകാമെന്ന് കരുതി. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഗുണാക്കേവ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി. അപ്പോൾ അതിൽ ആദ്യം കയറുമ്പോൾ തന്നെ കുറച്ച് ഇരുട്ടായിട്ടുള്ളൊരു ഏരിയയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ച് പുറത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ ഇതേപോലെ കുറേ മൃഗങ്ങളെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു, നമുക്ക് നല്ലൊരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യായിരുന്നു കേട്ടോ. അതൊക്കെ കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും ഞങ്ങൾ വന്ന ടൈമിലും നല്ല തിരക്കായിരുന്നു. കാരണം നമ്മുടെ ഈ റൈഡുകളൊക്കെ 6 മണിക്കാണ് ഓപ്പൺ ആവുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഈ ഒരു ആകാശൂഞ്ഞാലെന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു റൈഡിൽ കയറിയിട്ടോ. അവിടെ കയറണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് വന്നത്. പക്ഷേ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് നമുക്ക് പേടിയാകും, എന്നാലും നമ്മളൊരു പ്രാവശ്യമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതൊരു രസമാണല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ ഒരു റൈഡിലും കൂടി കയറിയിട്ടു. പിന്നെ ഒരു 8-9 മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ. ടാറ്റാ.